കടുവ, കാട്ടാന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവുമൊക്കെ കേരളത്തിൽ സ്ഥിരം പ്രശ്നങ്ങളായി മാറിയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷം മുമ്പ് ഇല്ലാത്ത വിധം വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പകൽ പോലും കാട്ടാനയും കടുവയുമൊക്കെ നാട്ടിലിറങ്ങുന്നത് ജനങ്ങൾക്ക് ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഒരു കാലത്തും വന്യമൃഗങ്ങളെ ഇത്രയും പേടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. അതിൽ വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പോലും എത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വർദ്ധിക്കുകയാണ്. അതായത് വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതിന്റെ കൂടെ തന്നെ മനുഷ്യജീവനും അവരുടെ ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഉയരുന്ന ആവശ്യം. ഇല്ലെങ്കിൽ വന്യജീവികൾ മനുഷ്യർക്കും അവരുടെ വാസസ്ഥലങ്ങൾക്കും വലിയ നാശവും അപകടവും ഉണ്ടാക്കുന്ന സ്ഥിതി തുടരും. പക്ഷേ ഈ സമയം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് വന്യമൃഗങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വാസസ്ഥലത്തേക്ക് വരുന്നതാണോ, മറിച്ച് മനുഷ്യൻ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് പോകുന്നതാണോ എന്ന ചോദ്യം ഇതോടൊപ്പം ഉയരുകയാണ്. കാരണം വനത്തോട് ചേർന്നുള്ള തോട്ടങ്ങളുടെയും കൃഷിഭൂമിയുടെയും വിപുലീകരണം വലിയ രീതിയിലാണ് നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്നത്. ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വരൾച്ച, അതിവൃഷ്ടി തുടങ്ങി പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകും. ഇതിന്റെ എല്ലാം ഫലമായി തന്നെയാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതും ജീവനുകൾ പൊലിയുന്നതും. ഇന്ന് അത്തരത്തിൽ മനുഷ്യരെ സ്ഥിരമായി ആക്രമിച്ചു ഭക്ഷിക്കുന്ന കടുവകളുടെ കഥകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. അതായത് സിംഹവും പുലിയുമൊക്കെ അടങ്ങിയ മാർജാര കുടുംബത്തിലെ ശക്തമായ ആളാണ് കടുവ. മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടുള്ള ജീവികളും കടുവകൾ തന്നെ. സാധാരണ മനുഷ്യരെ ഭക്ഷണമാക്കാൻ കടുവകൾക്ക് പൊതുവെ താല്പര്യമില്ല എന്നാണ് പറയാറുള്ളത്. കടുവകൾക്ക് ശാരീരികമായ അവശതകളോ പരുക്കോ മൂലം വേട്ടയാടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് അവരുടെ മുന്നിൽ എളുപ്പത്തിൽ കീഴടക്കാവുന്ന ഇര എന്ന നിലയിൽ മാത്രമാണ് മനുഷ്യരെ കടുവ ആക്രമിക്കുന്നത്. അതേസമയം മറ്റു ചില കടുവകൾ പ്രകൃതി ദുരന്തത്തിലും മറ്റും കൊല്ലപ്പെട്ടവരുടെ ശവശരീരങ്ങൾ ഭക്ഷിച്ച് മനുഷ്യമാംസത്തിലേക്ക് അവർക്ക് താല്പര്യമുണ്ടാക്കാറുണ്ട്. മനുഷ്യരെ വേട്ടയാടുന്നതിന് കടുവകളെ നിർബന്ധരാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവയുടെ ഭക്ഷണക്ഷാമം തന്നെയാണ്. അതായത് മനുഷ്യരെ സ്ഥിരമായി ആക്രമിച്ചു ഭക്ഷിക്കുന്ന കടുവകളെയാണ് നാം നരഭോജി കടുവകൾ എന്ന് പറയുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലകൾ നടത്തിയ നരഭോജി കടുവ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവ ജീവിച്ചത് ഇന്ത്യയിലും നേപ്പാളിലുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഏറ്റവും കൂടുതൽ കൊല നടത്തിയ നരഭോജി കടുവ ചാമ്പകത്തിലെ കടുവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കടുവ കൊന്നത് 436 പേരെ എന്നാണ് കണക്കുകൾ പറയുന്നത്. നേപ്പാളിലാണ് ആ പെൺകടുവ ആദ്യമായി ആക്രമണം തുടങ്ങിയത്. അതും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത്. അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ബംഗാൾ കടുവയുടെ ശല്യം നാൾക്കുനാൾ വർദ്ധിച്ചതോടെ നേപ്പാളിലെ ഗ്രാമീണർ അതിനെ തുരത്താൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ആ കടുവ നേപ്പാളിൽ നിന്ന് ശാരദാ നദി കടന്ന് ഇന്ത്യയിലെത്തി. ആ വരവ് ഉത്തരാഖണ്ഡിലെ കുമയൂൺ ജില്ലയിലേക്കായിരുന്നു. ആർക്കും പിടിതരാത്ത വളരെ ബുദ്ധിമതിയായിരുന്നു ഈ കടുവ. ആളുകളെ കൊന്നു തിന്ന ശേഷം പെട്ടെന്ന് തന്നെ അവിടം വിട്ട് അടുത്ത മേഖലയിലേക്ക് മാറുന്ന തന്ത്രമായിരുന്നു കടുവയുടേത്. അതിനാൽ തന്നെ ഇതിനെ പിടികൂടുക എന്നത് ശ്രമകരമായ ദൗത്യമായി മാറി. കടുവയുടെ പ്രധാന ഇരകൾ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അതും ആക്രമണങ്ങളെല്ലാം നടത്തുന്നത് പകൽ സമയത്താണ്. ഈ സ്ഥിതി കുമയൂൺ മേഖലയെ ആകെ സാമൂഹ്യമായും സാമ്പത്തികമായും തളർത്തി. അങ്ങനെ നാട്ടുകാർ ഇവളെ വകവരുത്താൻ കേൾവി കേട്ട ശിക്കാരിയായ ജിം കോർബറ്റിന്റെ സഹായം തേടി. 1907 ചാമ്പവത്തിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ വേട്ടയാടിയതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം കടുവയെ വെടിവെച്ചു കൊന്നു. അതും ഒറ്റ വെടിയിൽ ജിം അവളുടെ കഥ കഴിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.